Hello dear students, welcome back to ISKC English. Okay dear students, നമ്മുടെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയ ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് മീഡിയേഷൻ എന്നുള്ള ക്ലാസ്. അപ്പോൾ നമ്മൾ ആ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ ക്ലാസ്. ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, അപ്പോൾ അതുകൊണ്ട് ഒറ്റ ക്ലാസ് നമുക്ക് തീർക്കാൻ പറ്റില്ല. പക്ഷേ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ചാപ്റ്റർ നമുക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നോക്കൂ ഫ്രണ്ട്സ്, അധികമൊന്നും സംസാരിക്കുന്നില്ല, നമ്മൾ നേരെ നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ആർ ദ ട്രെൻഡ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്സ് ദാറ്റ് ഷേപ്പ് മീഡിയ ആൻഡ് മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ. അതായത് മീഡിയയെയും മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ, അതായത് മാധ്യമങ്ങളെ അതുപോലെ തന്നെ മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ, മാധ്യമങ്ങളെയും മീഡിയയെയും മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷനെയും ഷെയ്പ്പ് ചെയ്യുന്ന ട്രെൻഡുകളും ഡെവലപ്മെൻറ്റ്സുകളും ഏതൊക്കെയാണ്? ഇവ നമുക്കറിയാം. ട്രെൻഡുകളും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ്സ്. ട്രെൻഡ് മാറുമ്പോൾ അതിനനുസരിച്ച് മീഡിയ മാറണം. അതാണ് മീഡിയ മാറുക എന്ന് പറഞ്ഞാൽ കണ്ടന്റിലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ മാറ്റം വരണം. അങ്ങനെ മീഡിയയെയും അതുപോലെ തന്നെ മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷനെയും ഷെയ്പ്പ് ചെയ്യുന്ന ട്രെൻഡുകളും ഡെവലപ്മെൻറ്റ്സും ഏതൊക്കെയാണ്? അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെ ഒരു 10 എണ്ണം പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 എണ്ണം എന്ന് പറയുമ്പോൾ പേടിക്കൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഒന്ന്, ഫസ്റ്റ് പറയുന്നത് The future of media and mediated communication is an exciting and rapidly evolving field. മീഡിയ അതുപോലെ തന്നെ മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് വളരെയധികം എക്സൈറ്റിങ്ങും അതുപോലെ തന്നെ റാപ്പിഡ്ലി ഇവോൾവിങ്, വളരെ വേഗതയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖല. ഇവോൾവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിവേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന, വളരെയധികം ആളുകൾക്ക് ആവേശമുണ്ടാക്കുന്ന ഒരു മേഖല, ആളുകൾക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു മേഖലയാണ് മീഡിയ ആൻഡ് മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ. There are various trends and developments that can shape the future of media and mediated communication. മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ഇവയുടെ ഭാവിയെ ഷെയ്പ്പ് ചെയ്യുന്ന, മീഡിയയുടെയും മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ്റെയും ഫ്യൂച്ചറിനെ ഷെയ്പ്പ് ചെയ്യുന്ന ട്രെൻഡുകളും ഡെവലപ്മെൻറ്റ്സും ഉണ്ട്. ഒന്നാമത്തേത് നോട്ട് ചെയ്യട്ടോ. The first trend is the rise of artificial intelligence. അതിൽ ഒന്നാമത്തേത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI വരവാണ്. The first trend is the rise of artificial intelligence and machine learning. അതായത് മെഷീനറീസിനെ കുറിച്ചുള്ള ലേണിംഗ്, സാങ്കേതികതയെ കുറിച്ചുള്ള വിവരവും അറിവും, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവ്. Artificial intelligence can create more personalized and engaging content for consumers. കൺസ്യൂമേഴ്സിന് വേണ്ടി, യൂസേഴ്സിന് വേണ്ടി, ഉപഭോക്താക്കൾക്ക് വേണ്ടി കൂടുതൽ എൻഗേജിങ് ആയിട്ടുള്ള, അതുപോലെ തന്നെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള, എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തി താല്പര്യം നോക്കിയിട്ട് ആളുകൾ കൂടുതൽ എൻഗേജിങ് ആക്കുന്ന, ആളുകൾ കൂടുതൽ താല്പര്യപ്പെടുന്ന കണ്ടന്റ്സുകൾ ഉണ്ടാക്കുന്നതിന് AI-ക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തേത്, ദ സെക്കൻഡ് ട്രെൻഡ് ഈസ് ദ ഇൻക്രീസിംഗ് പ്രിവാലൻസ് ഓഫ് വെർച്വൽ ആൻഡ് ഓഗ്മെന്റഡ് റിയാലിറ്റി. അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത്തേത് എന്തിൻ്റെ വരവാണ്? അതായത് വെർച്വൽ ആൻഡ് ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ പ്രിവാലൻസ്, അതായത് അതിപ്രസരം. എന്തിൻ്റെ അതിപ്രസരം? വെർച്വൽ ആൻഡ് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവനയും അതുപോലെ തന്നെ എക്സാജറേഷൻ. ഓഗ്മെന്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ?
എക്സാജറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളെ പൊലിപ്പിച്ച് കാണിക്കാം, അതാണ് ഓഗ്മെന്റഡ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെർച്വൽ ആൻഡ് ഓഗ്മെന്റഡ് റിയാലിറ്റി, അതായത് ഇത്തരത്തിലുള്ള പ്രസന്റേഷൻ, അതായത് ഭാവനയും എക്സാജറേഷനും ഉൾപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങളെ കൂടുതൽ റിയൽ ആക്കുന്നതിനുള്ള ശ്രമം. With the advancement in technologies, they will enable immersive experiences for users. അതായത് ഈ രീതിയുടെ സഹായത്തോടു കൂടി, ഏത് രീതി? വെർച്വൽ ആൻഡ് ഓഗ്മെന്റഡ് റിയാലിറ്റി. അപ്പോൾ ഇതോടുകൂടി ഇത് സാധ്യമായത് തന്നെ ദ അഡ്വാൻസ്മെന്റ് ഇൻ ടെക്നോളജീസ്, സാങ്കേതിക മേഖലയിലെ പുരോഗതികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദേ വിൽ എനാബിൾ, മാധ്യമങ്ങൾ, മീഡിയയ്ക്ക് സാധ്യമാവുന്നു. എന്തിനു സാധ്യമാകുന്നു? ഇമേഴ്സീവ് എക്സ്പീരിയൻസസ് ഫോർ യൂസേഴ്സ്. യൂസേഴ്സിന് ശരിക്കും അവർ ഇമേഴ്സീവ് ആവുന്ന ഒരു എക്സ്പീരിയൻസ്, ശരിക്കും അവർ പോയി അനുഭവിക്കുന്ന, അവർ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഫീല്, അതാണ് ഇമേഴ്സീവ് എക്സ്പീരിയൻസ് യൂസേഴ്സിന്. അതും എങ്ങനെയൊക്കെ? സച്ച് ആസ് വിഷ്വൽ ടൂർസ് ഓഫ് മ്യൂസിയംസ്, മ്യൂസിയംസിലേക്കുള്ള വിഷ്വൽ ടൂർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സഞ്ചാരം പോലുള്ള ചാനലുകൾ, അപ്പൊ അവിടേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവ ഇത്തരത്തിൽ ഇപ്പൊ പ്രത്യേകിച്ച് അവ ഇത്തരം സംഭവങ്ങളിൽ ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ് കൂടി അങ്ങോട്ട് നന്നായിട്ട് ഉൾപ്പെടുത്തുമ്പോൾ ആളുകൾക്ക് ശരിക്കും പോയി കണ്ട ഒരു ഫീല് ആളുകൾക്ക് ലഭിക്കും. അതല്ലെങ്കിൽ റിയൽ ടൈം സ്പോർട്സ് ഇവന്റ്സ്. എന്താ റിയൽ ടൈം സ്പോർട്സ് ഇവന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവായിട്ടുള്ള സ്പോർട്സ് ഇവന്റ്സ്. ശരിക്കും ലൈവായിട്ടുള്ള സ്പോർട്സ് ഇവന്റ്സ് നമുക്ക് കാണുമ്പോൾ നമുക്ക് നേരെ പോയി കണ്ട ഒരു പ്രതീതി കിട്ടും. ഏതുപോലെ? വോട്ടിൻ്റെ ഒക്കെ സമയത്ത്, ഇലക്ഷൻ്റെ റിസൾട്ടിൻ്റെ സമയത്ത് അതിൻ്റെയൊക്കെ ആ ഒരു ലൈവ് കാണുമ്പോൾ നമുക്ക് ശരിക്കും അവിടെ പോയി കാണുന്ന ഒരു ഫീല് കിട്ടും. അപ്പം ഇത്തരത്തിൽ അപ്പം ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധ്യമാവുന്നത്, ഇവിടെ ഉപയോഗിക്കുന്ന ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിവാലൻസ് ഓഫ് വെർച്വൽ ആൻഡ് ഓഗ്മെന്റഡ് റിയാലിറ്റി. അതായത് വെർച്വൽ ഓഗ്മെന്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. വെർച്വൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഭാവനയുടെ ഒരു അതിപ്രസരം കണ്ടന്റിൽ കൊണ്ടുവരിക. ഓഗ്മെന്റഡ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് എക്സാജറേറ്റ് ചെയ്യാം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആ റിയൽ എങ്ങനെയാണോ അതിനേക്കാൾ കൂടുതൽ നമുക്കൊരു ഫീൽ കിട്ടും. പിന്നെ നമുക്ക് ശരിക്കും പോയി കാണുമ്പോൾ നമ്മൾ അത് സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു രസം തോന്നില്ല. എന്തുകൊണ്ടാണ് തോന്നാറ്? പലപ്പോഴും അങ്ങനെയായിരിക്കും. നമ്മൾ ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോയി കാണും. സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ മറ്റും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടതിന് ശേഷം നമ്മൾ ശരിക്കും അങ്ങോട്ട് പോകും. അപ്പോൾ നമുക്ക് ഈ ഒരു രസം നമുക്ക് ലഭിക്കൂല. അപ്പം അതിൻ്റെ കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിവാലൻസ് ഓഫ് വെർച്വൽ ആൻഡ് ഓഗ്മെന്റഡ് റിയാലിറ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവനയുടെ ഇമാജിനേഷന്റെ ഒരു ഓഗ്മെന്റഡ് അതിപ്രസരം അങ്ങോട്ട് കുത്തി നിറക്കുക. അപ്പൊ ആളുകൾക്ക് അതൊരു വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ. ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറൊക്കെ ആളുകൾ വിചാരിക്കുകയാണ് ഇങ്ങനെയാണെങ്കിൽ, ഈ ഒരു ഫീല് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തിനാണ് വെറുതെ കാശ് കൊടുത്ത് പോകണം, എന്തിനാ അല്ലേ? കാരണം നമ്മളെ വീട്ടിലിരുന്നിട്ട് ഇത്രയ്ക്കും ശരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അത്ര അങ്ങോട്ട് വെർച്വൽ ആക്കുമ്പോൾ ആളുകൾക്ക് ഒരു റിയാലിറ്റിയേക്കാൾ ശരിക്ക് കണ്ണുകൊണ്ട് പോയി കാണുന്നതിനേക്കാൾ ഫീല് കിട്ടുകയാണ്. അതുപോലെ തന്നെ സ്പോർട്സ് ഇവന്റ്സിൻ്റെ ഒക്കെ ലൈവുകൾ, കാരണം ഇത്ര സുഖമായി കാണാൻ പറ്റുമെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാ നേരിട്ട് കാണാൻ പോകുന്നത്? കാരണം ഇവിടെ തത്സമയം അല്ലെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ശരിക്കും അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇതാണ് 2. ഇനി മൂന്നാമത്തേത്, ദ തേർഡ് ട്രെൻഡ് ഈസ് ദ ഗ്രോവിങ് ഇമ്പോർട്ടൻസ് ഓഫ് മൊബൈൽ ഫസ്റ്റ് കണ്ടന്റ്. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്നറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഡിവൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലാണ്. നമുക്കറിയാം സ്മാർട്ട് ഫോൺ ആണ് ഏറ്റവും കൂടുതൽ.
അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള, അല്ലെങ്കിൽ മൊബൈലിന് വേണ്ടി മൊബൈൽ ടെക്നോളജി, ആ മൊബൈൽ ബിഹേവിയർ അതിന് മാച്ച് ആവുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ. എന്താ കാരണം? ഇന്നത്തെ കാലഘട്ടം ഇന്ന് വളരെയധികം പ്രാധാന്യം കൂടിയിരിക്കുന്നത് മൊബൈൽ ഫസ്റ്റ് കണ്ടന്റ്, അതായത് മൊബൈലിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റ്. നോക്കൂ, വിത്ത് ദ ഇൻക്രീസ് ഇൻ യൂസിങ് മൊബൈൽ ഡിവൈസസ് ഫോർ മീഡിയ കൺസംഷൻ, അതായത് മാധ്യമങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടി ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോണാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മൊബൈൽ ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന തരത്തിൽ, മൊബൈൽ സൗകര്യപ്രദമായ തരത്തിൽ മീഡിയ കമ്പനീസ് ആർ ഡെവലപ്പിംഗ് കണ്ടന്റ് ദാറ്റ് ഈസ് ഓപ്റ്റിമൈസ്ഡ് ഫോർ മൊബൈൽ സ്ക്രീൻസ് ആൻഡ് മൊബൈൽ ബിഹേവിയേഴ്സ്. അതുകൊണ്ട് തന്നെ ഇന്ന് മീഡിയ കമ്പനികളെ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് മൊബൈൽ സ്ക്രീൻസിനും മൊബൈൽ ബിഹേവിയറിനും അനുയോജ്യമായ രീതിയിലാണ്. ഇപ്പൊ അധികമൊന്നും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമല്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ വീഡിയോ കാണുന്നതിൽ 98% ആരാണ്? മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് കാണുന്ന ആളുകളാണ്. ഇനി വീഡിയോ ഞാൻ ചെയ്യുന്നതോ അതും മൊബൈൽ ഫോണിലാണ്. അപ്പൊ ആലോചിച്ച് നോക്കൂ, അതായത് ഈ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ എൻ്റെ കൺസ്യൂമേഴ്സ്, എൻ്റെ യൂസേഴ്സ് ഇത് കാണാൻ വേണ്ടി ആശ്രയിക്കുന്നതും എന്തുതന്നെയാണ്? മൊബൈൽ ഫോണാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മൊബൈൽ ഫോണിൽ കാണുന്നവർ അവർക്ക് സൗകര്യമായിട്ട് അവരുടെ ഉപയോഗത്തിന് ഫ്രണ്ട്ലി ആയിട്ടാണ് മീഡിയ കമ്പനീസ് അടക്കം എന്ത് ചെയ്യുന്നത്? കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് മൊബൈൽ ഫ്രണ്ട്ലി കണ്ടന്റിന് ഇമ്പോർട്ടൻസ് വർദ്ധിച്ചു. അപ്പൊ ഇതിനനുസരിച്ചിട്ട് മറ്റു മാധ്യമങ്ങളുടെ ഫ്യൂച്ചർ, മറ്റു മാധ്യമങ്ങളുടെ കണ്ടന്റിനെ ഇത് സ്വാധീനിക്കുന്ന മൂന്നാമത്തെ ഘടകം. നാലാമത്തേത്, ദ ഫോർത്ത് ഈസ് ദ റൈസ് ഓഫ് പേഴ്സണലൈസ്ഡ് കണ്ടന്റ്. നാലാമത്തേത് പേഴ്സണലൈസ്ഡ് കണ്ടന്റിന്റെ വരവാണ്. കാരണം ഇന്ന് പേഴ്സണലൈസ്ഡ് കണ്ടന്റ് വേണം. പണ്ട് എങ്ങനെയായിരുന്നു? ഒരു വീട്ടില് TV ആണെങ്കിൽ ആ വീട്ടിൽ എല്ലാവർക്കും പാടെ പറ്റിയ സംഭവം എല്ലാവരും പാടെ ഇരുന്ന് കാണുന്നു. ഇന്ന് പേഴ്സണലൈസ്ഡ് ആണ്. എല്ലാവരുടെ കയ്യിലും വ്യക്തിപരമായിട്ട് മൊബൈൽ ഫോൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരവർക്ക് പറ്റിയ സംഭവം കാണും. അപ്പൊ ഇന്നത്തെ സാഹചര്യത്തില് പേഴ്സണലൈസ്ഡ് കണ്ടന്റിന്റെ പ്രാധാന്യം വർദ്ധിച്ചു. എന്താ കാരണം? വിത്ത് ദ എബിലിറ്റി ടു ട്രാക്ക് ആൻഡ് അനലൈസ് യൂസർ ഡാറ്റ, മീഡിയ കമ്പനീസ് ക്യാൻ ടൈലർ കണ്ടന്റ് സ്യൂട്ടബിൾ ടു ഇൻഡിവിജ്വൽ പ്രിഫറൻസ്. അതായത് ഇന്ന് യൂസേഴ്സിനെ അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച വിവരങ്ങൾ നേടിയെടുക്കുന്നതിനും അവരുടെ സ്വഭാവങ്ങളും അവരെന്തുപയോഗിക്കുന്നുവെന്നും അറിയാനുള്ള സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ മൊബൈൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മീഡിയ കമ്പനീസ് ഇൻഡിവിജ്വൽ പ്രിഫറൻസ്, അതുപോലെ തന്നെ യൂസേഴ്സിന്റെ താല്പര്യങ്ങൾ, അവരുടെ ബിഹേവിയർ, അവരുടെ ഇൻട്രസ്റ്റ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കാനും താല്പര്യപ്പെടുന്നു. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തരത്തിലുള്ള കണ്ടന്റ്സ് യൂസേഴ്സ് താല്പര്യപ്പെടുന്നു ഇത് നമുക്കറിയാൻ പറ്റും. അപ്പൊ അതിൽ നിന്നും ഇപ്പൊ എനിക്കും ഞാൻ എന്ത് തരത്തിലുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ ആളുകൾ കാണുന്നു എന്ന് അറിയാൻ പറ്റും. അപ്പൊ ഞാൻ പരമാവധി അത്തരത്തിലുള്ള വീഡിയോസ്, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല. ഇപ്പൊ ഞാൻ ഒരു ചാപ്റ്റർ, ഒരു യൂണിറ്റ് ഞാൻ അപ്ലോഡ് ചെയ്തു, ആ യൂണിറ്റ് മാക്സിമം ആൾക്കാർ കണ്ടു എന്ന് വിചാരിച്ച് അതെന്നെങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. പക്ഷേ ചില കണ്ടന്റുകൾ എന്ത് ചെയ്യാൻ പറ്റും? റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇവിടെ ഓഡിയൻസിന്റെ ടേസ്റ്റ്, ഓഡിയൻസിന്റെ ബിഹേവിയർ, ഓഡിയൻസിന്റെ പ്രിഫറൻസ് അറിയാൻ കഴിയുന്നത് കൊണ്ട് സംവിധാനമുള്ളതിനാൽ മീഡിയ കമ്പനീസ് ഓഡിയൻസിന്റെ താല്പര്യത്തിനനുസരിച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതാണ് ഫോർത്ത്, അതായത് ഓഡിയൻസിന്റെ ബിഹേവിയറും പ്രിഫറൻസും ഇൻട്രസ്റ്റും. 4, 5. ദ ഫിഫ്ത്ത് ട്രെൻഡ് ഈസ് ഗ്രോവിംഗ് ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ മീഡിയ ആസ് എ പ്ലാറ്റ്ഫോം.
അതായത് സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോമായി വളർന്നു. അതാണ് അഞ്ചാമത്തെ ഘടകം. സോഷ്യൽ മീഡിയ അല്ലേ, യൂട്യൂബ്, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഇതൊക്കെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ തന്നെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് വളർന്നു. അതോടുകൂടി എന്ത് സംഭവിച്ചു? ഫോർ കണ്ടന്റ് ക്രിയേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. എന്തിന്? കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും. അപ്പോൾ ആളുകൾക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനും കണ്ടന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ കൺസ്യൂം ചെയ്യുന്നതിനും അതിനൊക്കെ പറ്റിയ പ്ലാറ്റ്ഫോമായിട്ട് സോഷ്യൽ മീഡിയയുടെ വരവ്. അതാണ് അഞ്ചാമത്തെ ഘടകം. സോഷ്യൽ മീഡിയ ഹാസ് ബിക്കം എ കീ ഡ്രൈവർ ഓഫ് മീഡിയ കൺസംഷൻ. ഇന്ന് മീഡിയ കൺസംഷന്റെ ഏറ്റവും വലിയ ഡ്രൈവർ, ഏറ്റവും കൂടുതൽ മീഡിയ കൺസംഷൻ നടക്കുന്നത്, അതിൻ്റെ പ്രധാന ഡ്രൈവർ, പ്രധാന ഘടകം, പ്രധാന സോഴ്സ് സോഷ്യൽ മീഡിയ ആണ്. ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമുകളാണ്. അതായത് യൂട്യൂബും മറ്റൊക്കെ ആയിട്ട്. ഇനി ആറാമത്തേത്, ദ സിക്സ്ത് ട്രെൻഡ് ഈസ് ദ ഇൻക്രീസിംഗ് റോൾ ഓഫ് യൂസർ ജനറേറ്റഡ് കണ്ടന്റ് ഇൻ ദ മീഡിയ ഇൻഡസ്ട്രി. അതായത് ആറാമത്തേത് എന്താണ്? ആറാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസറുടെ തന്നെ യൂസർ ജനറേറ്റഡ് കണ്ടന്റ്. അതായത് ഈ കൺസ്യൂമേഴ്സ് ഉണ്ടല്ലോ, ആ കൺസ്യൂമേഴ്സ് തന്നെ ജനറേറ്റ് ചെയ്യുന്ന, അതായത് യൂസർ തന്നെ. അപ്പൊ നിങ്ങൾക്കറിയാം, ഞാനും ഒരു യൂസറാണ്, അതേസമയം ഞാനൊരു കണ്ടന്റ് ക്രിയേറ്ററുമായി. കണ്ടോ? അപ്പൊ എന്നെപ്പോലുള്ള യൂസേഴ്സ് ജനറേറ്റ് ചെയ്യുന്ന കണ്ടന്റുകൾ, ആ കണ്ടന്റുകൾ വർദ്ധിച്ചതാണ് മറ്റൊരു ഘടകം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ നമുക്കറിയാം ഇന്ന് യൂട്യൂബില് യൂസേഴ്സിനെ പോലെ തന്നെ കണ്ടന്റ് ജനറേറ്റേഴ്സ് ഉണ്ട്. കണ്ടോ? ദ സിക്സ്ത് ട്രെൻഡ് ഈസ് ദ ഇൻക്രീസിംഗ് റോൾ ഓഫ് യൂസർ ജനറേറ്റഡ് കണ്ടന്റ് ഇൻ ദ മീഡിയ ഇൻഡസ്ട്രി വിത്ത് ദി ഡെമോക്രറ്റൈസേഷൻ ഓഫ് കണ്ടന്റ് ക്രിയേഷൻ ടൂൾസ് ആൻഡ് പ്ലാറ്റ്ഫോംസ്. അതായത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ടൂൾസും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോംസിൻ്റെയും ഡെമോക്രറ്റൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരാൾക്കും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനുമുള്ള പ്ലാറ്റ്ഫോമും ഏതൊരാൾക്കും ലിബറൽ ആയതോടുകൂടി. ഇപ്പൊ കണ്ടോ, ഏതൊരാൾക്കും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, അപ്ലോഡ് ചെയ്യാനും യൂട്യൂബിൽ പറ്റും. കാരണം ഇന്ന് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല. എല്ലാവർക്കും ക്യാമറയും മറ്റു സൗകര്യങ്ങളും വേണമെന്നില്ല. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു മൊബൈൽ ഫോൺ ഉണ്ടായാൽ മതി. അതായത് ഏതൊരാൾക്കും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. അതായത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ആകെ ഒരു റിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ എന്ത് വേണം? എന്തെങ്കിലുമൊക്കെ വേണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എനി വൺ ക്യാൻ ബിക്കം എ ക്രിയേറ്റർ. ആർക്കും ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ആ ഒരു മേഖല കണ്ടന്റ് ക്രിയേഷൻ ടൂൾസും പ്ലാറ്റ്ഫോമും ഡെമോക്രറ്റൈസ് ചെയ്തു, അത് ലിബറേറ്റ് ചെയ്തു. അതോടുകൂടി എനി വൺ ക്യാൻ ക്രിയേറ്റ് ആൻഡ് ഷെയർ കണ്ടന്റ് ഓൺലൈൻ. അതോടുകൂടി ഏതൊരാൾക്കും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും അത് ഓൺലൈനിൽ ഷെയർ ചെയ്യാനും ഏതൊരാൾക്കും സാധിക്കും. നമ്മളെ കയ്യിൽ കണ്ടന്റ് ഉണ്ടാവുക എന്നത് മാത്രമാണ് ഇന്നത്തെ വിഷയം. ഏഴാമത്തേത് ദ സെവൻത് ട്രെൻഡ്. ഏഴാമത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഏഴാമത്തെ ട്രെൻഡ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡാറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൈവസി. അതായത് ഡാറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൈവസി എന്നുള്ളതാണ്. അതായത് നമുക്കിന്ന് അറിയാവുന്ന കാര്യമാണ്. അതായത് മീഡിയ കമ്പനീസിന് യൂസേഴ്സിൻ്റെ ഡാറ്റ, അതുപോലെ തന്നെ യൂസേഴ്സിൻ്റെ പ്രിഫറൻസ്, അതുപോലെ തന്നെ യൂസേഴ്സിനെ അനലൈസ് ചെയ്യുക, ഇതൊക്കെ ആര് ചെയ്യുന്നുണ്ട്? മീഡിയ കമ്പനീസ് ചെയ്യുന്നുണ്ട്. കാരണം എന്തിനു വേണ്ടിയിട്ട്? അതായത് ഓഡിയൻസിൻ്റെ, യൂസേഴ്സിൻ്റെ പ്രിഫറൻസ് അറിയണം, അവരുടെ ബിഹേവിയർ അറിയണം, അവരുടെ താല്പര്യം അറിയണം. എന്നാലേ കണ്ടന്റിന് ഓഡിയൻസിന് താല്പര്യമുള്ള കണ്ടന്റ് ചെയ്യാൻ പറ്റും. അപ്പം അതോടുകൂടി
അതായത് ഇത്തരം കാര്യങ്ങൾ മീഡിയ ചെയ്യുന്നതോടുകൂടി ഈ ഡാറ്റ പ്രൊട്ടക്ഷന് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രാധാന്യം വർദ്ധിച്ചു എന്നുള്ളതാണ്. There is a growing concern around data privacy and protection. അതുകൊണ്ട് തന്നെ ഈ ഡാറ്റ പ്രൈവസി അതുപോലെ തന്നെ അതിൻ്റെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് ചില ഉത്കണ്ഠകൾ നിലനിൽക്കുന്നുണ്ട്. The eighth trend is the increasing importance of multimedia content. എട്ടാമത്തേത് മൾട്ടിമീഡിയ കണ്ടന്റിന്റെ പ്രാധാന്യമാണ് എട്ടാമത്തെ ഘടകം. As the popularity of video and audio content continues to grow. അതായത് ഇന്നുള്ളത് മൾട്ടിമീഡിയ കണ്ടന്റുകൾക്കാണ് വലിയ പ്രാധാന്യം. മൾട്ടിമീഡിയ കണ്ടന്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ പ്ലസ് വീഡിയോ കണ്ടന്റ്. ഈ കണ്ടന്റുകൾക്ക് പ്രാധാന്യം വർദ്ധിച്ചു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ഈ ക്ലാസ് തന്നെ ഇത് വെറും ഒരു ഓഡിയോ രൂപത്തിലാണെങ്കിൽ സ്റ്റുഡൻസിന് താല്പര്യം ഉണ്ടാവില്ല. ഇനി ഇത് വെറും ഒരു ഓഡിയോ ആണെങ്കിലോ അല്ലെങ്കിൽ വെറും വീഡിയോ, അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വീഡിയോയും വേണം ഓഡിയോയും വേണം. അതായത് ഇത് ആളുകൾക്ക് കേൾക്കും ചെയ്യണം, അതെന്താണോ കാണും ചെയ്യണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രചാരമേറിയതോടുകൂടി മീഡിയ കമ്പനീസ് ആർ ക്രിയേറ്റിംഗ് മോർ മൾട്ടിമീഡിയ കണ്ടന്റുകൾ. എന്തിനു വേണ്ടിയിട്ട്? ടു കാറ്റർ ടു ദി പ്രിഫറൻസ് ഓഫ് കൺസ്യൂമേഴ്സ്. അതായത് കൺസ്യൂമേഴ്സിന് അവരുടെ താല്പര്യത്തിൽ അവരെ സാറ്റിസ്ഫൈ ആക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ താല്പര്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മീഡിയ കമ്പനീസ് ഇത്തരത്തിലുള്ള വീഡിയോസ്, കാരണം ആളുകൾക്ക് താല്പര്യമുള്ളത് കൊടുക്കണം. നമ്മൾ സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയയിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്, താല്പര്യമുള്ളത് കൊടുത്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, കാണാനും കേൾക്കാനും ആളുകൾ ഉണ്ടാവും. അപ്പൊ അതാണ് എട്ടാമത്തെ ട്രെൻഡ്, 8th ട്രെൻഡ്. അതായത് മൾട്ടിമീഡിയ കണ്ടന്റിന്റെ ഇൻക്രീസ്. അത് എന്ത് ചെയ്യുന്നുണ്ട്? മീഡിയയുടെ ഫ്യൂച്ചറിനെ ഷേപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇൻക്രീസ്, അതിന്റെ താല്പര്യവർദ്ധനവ്, അതോടുകൂടി കണ്ടന്റുകളെല്ലാം മൾട്ടിമീഡിയ ലെവലിലോട്ട് മാറി. 9. The 9th trend is the importance of diversity and inclusion in the media. അതായത് 9ാമത്തേത് മീഡിയ രംഗത്തിൽ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ ഇടയിൽ ഡൈവേഴ്സിറ്റിയോടും ഇൻക്ലൂഷനോടുമുള്ള പ്രാധാന്യമാണ്. അതായത് കൺസ്യൂമേഴ്സിന് ഡൈവേഴ്സിറ്റിയാണ് താല്പര്യം, വൈവിധ്യമായിട്ടുള്ള കണ്ടന്റുകൾ, വൈവിധ്യം, അതുപോലെ തന്നെ ഇൻക്ലൂഷൻ, എല്ലാം ഉൾപ്പെടുത്തണം. ഇൻക്ലൂഷൻ. ആസ് സൊസൈറ്റി ബിക്കം മോർ ഡൈവേഴ്സ്, നമ്മളുടെ സമൂഹം, നമ്മുടെ സൊസൈറ്റി കൂടുതൽ വൈവിധ്യമുള്ളതായതുകൊണ്ട്, നമ്മളെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മൾ വൈവിധ്യങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ മീഡിയ കമ്പനീസ് ആർ റെക്കഗ്നൈസിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റെപ്രസെന്റിങ് എ റേഞ്ച് ഓഫ് വോയിസസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ്. അതുകൊണ്ട് തന്നെ മീഡിയ കമ്പനികൾ വ്യത്യസ്തമായിട്ടുള്ള പേഴ്സ്പെക്റ്റീവ്സ്, വീക്ഷണങ്ങളും ശബ്ദങ്ങളും അഭിപ്രായങ്ങളും പ്രസന്റ് ചെയ്യേണ്ടതിനെ അല്ലെങ്കിൽ അതിനെ പ്രതിനിധീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മീഡിയ കമ്പനീസ് തിരിച്ചറിയുന്നു. അതായത് നമ്മളുടെ കൈവശം ഡൈവേഴ്സിറ്റി കുറയാണെങ്കിൽ കാണാൻ ആൾക്കാരുണ്ടാവില്ല. നമ്മളുടെ കൈവശം, അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒരേ കാര്യങ്ങൾ ഒരേ രീതിയിൽ, അപ്പൊ അധികമൊന്നും വേണ്ട, നിങ്ങൾ എന്നെ തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുത്തു നോക്കൂ. ഞാൻ ഇംഗ്ലീഷിന്റെ പേപ്പർ മാത്രം ചെയ്യുന്നത് കൊണ്ട് ഇംഗ്ലീഷിന്റെ സ്റ്റുഡൻസ് മാത്രമേ വരൂ, ഡൈവേഴ്സിറ്റി കുറവാണ്. ഞാൻ കുറച്ചുകൂടി ലിബറലായിട്ട് എല്ലാ വിഷയങ്ങളും കൂടി കൈകാര്യം ചെയ്യുകയാണെങ്കിലോ ആ വിദ്യാർത്ഥികളെല്ലാം നമ്മുടെ ചാനലിലേക്ക് വരും. പക്ഷെ എന്താ, അത്ര കണ്ട് ലിബറൽ ആവാൻ, ഡൈവേഴ്സ് ആവാൻ ഒരാളെ കൊണ്ട് സാധ്യമല്ല. പക്ഷേ ഒരു മീഡിയ കമ്പനിക്ക് കഴിയും. എന്താ കാരണം? മീഡിയ കമ്പനി എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. ദ 10th ട്രെൻഡ് ഈസ്, 10ാമത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് എന്താ? 10ാമത്തെ ട്രെൻഡ് ഈസ് ദ റൈസ് ഓഫ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഇൻ ദ മീഡിയ ഇൻഡസ്ട്രി.
10ാമത്തേത് മാധ്യമ മേഖലയിൽ ബ്ലോക്ക് ചെയിനിന്റെ വരവാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പേടിക്കൊന്നും വേണ്ട, സിമ്പിൾ കാര്യം, നമുക്കറിയാവുന്ന കാര്യമാണ്. അതായത് മുൻപൊക്കെ ഓഫീസിൽ കാര്യങ്ങൾക്കൊക്കെ ഒരു രജിസ്റ്റർ ആയിരിക്കും. ഒരു രജിസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു പുസ്തകം പോലെ ഒരു ഫിസിക്കൽ ആയിട്ടുള്ളത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുസ്തകം എവിടെയാണോ ഇരിക്കുന്നത് അവിടെ വന്ന് അത് മറിച്ചു നോക്കി കാര്യങ്ങൾ അറിയണം, അല്ലേ? അപ്പൊ അതിന്റെ നേരെ വിപരീതമാണ് എന്ത്? ബ്ലോക്ക് ചെയിന്. ബ്ലോക്ക് ചെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പുസ്തകത്തിന് പകരം അതൊരു സോഫ്റ്റ് കോപ്പി പോലെ അത് ഡിജിറ്റൽ ആക്കുക. അപ്പൊ ഡിജിറ്റൽ ആക്കി കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും? എവിടെ ഇരുന്നും അത് നോക്കാൻ പറ്റും ഡിജിറ്റൽ ആക്കി കഴിഞ്ഞാൽ. ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാനൊരു ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കുന്ന പോലെയല്ല ഇത്. കാരണം ഇതിൽ ഒന്നുകൂടി സുതാര്യത വർദ്ധിക്കാണ്. ക്ലാസ് റൂമിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എന്തുമാത്രം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുവോ അതിനേക്കാൾ ഇവിടെ ശ്രദ്ധിക്കണം. കാരണം ക്ലാസ് റൂമിൽ അത് ആ സ്റ്റുഡൻസ് മാത്രം, ഞാൻ ആ പറയുന്നതോടുകൂടി ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഇതൊരു വൈഡ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് ചെല്ലുകയാണ്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ എക്സിസ്റ്റൻസ് ഇത് ഡിജിറ്റലൈസ് ചെയ്യപ്പെടുകയാണ്, അല്ലേ? അപ്പം പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഡിജിറ്റലൈസ് ചെയ്യപ്പെടാത്തൊരു സംഭവമാണെങ്കിൽ ഏതൊരാൾക്കും അതിൽ കൈ കടത്താൻ പറ്റും, സുതാര്യത കുറവാണ്, രഹസ്യമായിട്ട് തിരുത്താൻ പറ്റും. അപ്പം നമ്മളുടെ രേഖകൾ, നമ്മളെ കാര്യങ്ങൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വരുമ്പോൾ അത് കൂടുതൽ സുതാര്യമാവും. ഇപ്പം ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ PSC ലിസ്റ്റൊക്കെ, PSC ലിസ്റ്റ് അവിടെ അപ്ലൈ ചെയ്യുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. അവിടെ നമുക്ക് തിരുത്താനോ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരാൾക്ക് മാത്രമായിട്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ആ രീതിയിലേക്ക് മീഡിയ ഇൻഡസ്ട്രിയിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വരുന്നതോടുകൂടി കണ്ടന്റിന്റെ മേഖലയിൽ, കാരണം ഇവിടെ അങ്ങനെയാണ്, എന്തും അങ്ങനെ പറയാനൊന്നും പറ്റില്ല. കാരണം ഇത് സുതാര്യമാണിത്, അല്ലേ? നിങ്ങൾ തന്നെ നോക്കൂ, ഞാൻ എൻ്റെ ചാനലിൽ എന്തൊക്കെ പറയുന്നോ ഇതൊരു പബ്ലിക്കാണ്, ഇത് ഏതൊരാൾക്കും വാച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അതായത് ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് എന്താണോ പറയുന്നത് അതിനാവശ്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് മാത്രം പ്രൊവൈഡ് ചെയ്യുക, ആവശ്യമായ നോട്ട് മാത്രം നൽകുക. വിത്ത് ദ എബിലിറ്റി ടു പ്രൊവൈഡ് സെക്യൂർ ആൻഡ് ട്രാൻസ്പാരന്റ് ട്രാൻസാക്ഷൻസ്, blockchain technology has the potential to revolutionize the way media companies manage content. അതായത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ വന്നതോടുകൂടി മീഡിയ കണ്ടന്റുമായി ബന്ധപ്പെട്ട് സുരക്ഷയും അതുപോലെ തന്നെ അതിൻ്റെ ഇടപാടുകളിൽ ട്രാൻസാക്ഷൻസ് കൂടുതൽ ട്രാൻസ്പാരന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഓപ്പൺ ആവുകയും ചെയ്തതോടുകൂടി ബ്ലോക്ക് ചെയിൻ ടെക്നോളജിക്ക് ഈ ഒരു മാധ്യമ രംഗത്ത് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ, അതാണ് ഇവിടെ പറയുന്നത്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഹാസ് ദ പൊട്ടൻഷ്യൽ, ബ്ലോക്ക് ചെയിൻ ടെക്നോളജിക്ക് പവർ ഉണ്ട് ടു റവല്യൂഷനൈസ് ദ വേ മീഡിയ കമ്പനീസ് മാനേജ് കണ്ടന്റ്, ട്രാൻസാക്ഷൻസ് ആൻഡ് റൈറ്റ് മാനേജ്മെന്റ്സ്, അല്ലേ? അതായത് റൈറ്റ്സിനെ മാനേജ് ചെയ്യുന്നതിലും ഇടപാടുകളും അതുപോലെ തന്നെ കണ്ടന്റ് കമ്പനീസ് കണ്ടന്റ് എങ്ങനെ മാനേജ് ചെയ്യുന്നു ആ രീതിയിലും വിപ്ലവകരമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ അല്ലെങ്കിൽ ഇടപെടുന്നതിന് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. എന്തുകൊണ്ട്? ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വന്നതോടുകൂടി കണ്ടന്റ് ക്രിയേഷനും ട്രാൻസാക്ഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും സുതാര്യത, അതെല്ലാം ഓപ്പൺ ആയതുകൊണ്ട്. അപ്പം ഇത്രയാണ് 10 ട്രെൻഡുകൾ. നോക്കൂ, ആസ് മീഡിയ കമ്പനീസ് അഡാപ്റ്റ് ടു ദീസ് ട്രെൻഡ്സ്, ഈ ട്രെൻഡുകൾ, പുതിയ പുതിയ ട്രെൻഡുകൾ വരുമ്പോൾ ആ ട്രെൻഡുകൾക്കനുസരിച്ച് മീഡിയ കമ്പനീസ് അഡാപ്റ്റ് ചെയ്യണം, മീഡിയ കമ്പനീസ് മാറണം. മാറിയില്ലെങ്കിൽ മീഡിയ കമ്പനീസിന് നിലനിൽപ്പില്ല.
അപ്പോൾ പുതിയ ട്രെൻഡ് വരുമ്പോൾ ആ ട്രെൻഡിനനുസരിച്ച് മീഡിയ കമ്പനീസ് അഡാപ്റ്റ് ചെയ്യുമ്പോൾ, സ്യൂട്ടബിൾ ആകുമ്പോൾ, ചേഞ്ച് ചെയ്യുമ്പോൾ, മാറുമ്പോൾ, ആൻഡ് എംബ്രേസ് ന്യൂ ടെക്നോളജീസ്, അതുപോലെ തന്നെ പുതിയ സാങ്കേതികതകൾ വരുമ്പോൾ മീഡിയ ടെക്നോളജീസ് ആ സാങ്കേതികതകളെ സ്വീകരിക്കുമ്പോൾ, അവയെ എംബ്രേസ് ചെയ്യുമ്പോൾ, അവയെ ഉൾക്കൊള്ളുമ്പോൾ ഭാവിയിൽ വി ക്യാൻ എക്സ്പെക്റ്റ് മോർ ക്രിയേറ്റീവ് ആൻഡ് എൻഗേജിങ് കണ്ടന്റ് ഫോർ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം മീഡിയ കമ്പനീസിൽ നിന്നും കൂടുതൽ എൻഗേജിങ് ആയിട്ടുള്ള, വളരെയധികം ക്രിയേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. അതായത് മാറ്റങ്ങൾ വരുമ്പോൾ, ട്രെൻഡ്സുകൾക്കനുസരിച്ച്, ഡെവലപ്മെന്റ്സിനനുസരിച്ച് മീഡിയ കമ്പനീസ് മാറുമ്പോൾ അതിനനുസരിച്ച് ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള, നൂതനമായിട്ടുള്ള കണ്ടന്റ്സ് നമുക്ക് ഭാവിയിൽ പ്രതീക്ഷിക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഇതോടുകൂടി കഴിഞ്ഞു, പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആട്ടോ. അതായത് ഫ്യൂച്ചർ ഓഫ് മീഡിയ ആൻഡ് മീഡിയേഷൻ. ഇതാണ്, അതായത് മാധ്യമങ്ങളുടെയും മാധ്യമത്തിൻ്റെയും മീഡിയേഷൻ്റെയും ഭാവി. ആശങ്കയുണ്ടോ? ആ ഭാവി എന്താണത്? എക്സ്പ്ലെയിൻ. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ മീഡിയേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ്, എഡിറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കണ്ടന്റ് ആണ് എന്ത്? മീഡിയേഷൻ. അതായത് ഇതിൻ്റെ ഫ്യൂച്ചർ ഇങ്ങനെ പല ട്രെൻഡുകളും, പല ഡെവലപ്മെന്റ്സും, പല സംഭവങ്ങളൊക്കെ വരുമ്പോൾ അത് ഏത് രീതിയിൽ മാധ്യമത്തെയും മീഡിയേഷനെയും ബാധിക്കും, മാധ്യമത്തിൻ്റെ ഫ്യൂച്ചർ അവതാളത്തിലാക്കുമോ? വിത്ത് ദ റാപ്പിഡ് അഡ്വാൻസ്മെന്റ്സ് ഇൻ ടെക്നോളജി, സാങ്കേതികതയിൽ വരുന്ന അതിവേഗ വളർച്ചകൾ, പുരോഗതികൾ വരുന്നതിലൂടെ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കൺസിഡർ വാട്ട് ദ ഫ്യൂച്ചർ ഹോൾഡ്സ് ഫോർ ദിസ് ഫീൽഡ്. ഈ മേഖലയിൽ മാധ്യമരംഗത്തിൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പരിഗണന തന്നെയാണ്. എന്തായിരിക്കും ഈ രീതിയിൽ, ഇത്തരത്തിൽ സാങ്കേതിക മേഖലയിൽ അതിവേഗത്തിലുള്ള അഡ്വാൻസ്മെന്റ്സ് ഉണ്ടാവുമ്പോൾ മാധ്യമങ്ങളുടെ ഭാവി എന്നുള്ളത് പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. വൺ ഓഫ് ദി മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്, ഒരു മാറ്റം എന്ന് പറയുന്നത്, വി ക്യാൻ എക്സ്പെക്ട് ഇൻ ദ ഫ്യൂച്ചർ ഓഫ് മീഡിയ ആൻഡ് മീഡിയേഷൻ. മീഡിയയുടെയും മീഡിയേഷൻ്റെയും ഫ്യൂച്ചറിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്നുള്ളത് ഈസ് ദ ഇൻക്രീസ്ഡ് യൂസ് ഓഫ് ഓൺലൈൻ മീഡിയേഷൻ എന്നുള്ളതാണ്. അതായത് ഇന്ന് വളരെയധികം മേഖലകളിൽ വന്നിരിക്കുന്നതാണ് ഓൺലൈൻ മീഡിയേഷൻ എന്നുള്ളത്. എല്ലാം ഓൺലൈനായി, ഇപ്പം കണ്ടന്റ് ആണെങ്കിലും എന്താണെങ്കിലും എല്ലാം ഓൺലൈൻ മീഡിയേഷൻ എന്നുള്ളതാണ് ഇന്നത്തെ ഓൺലൈൻ മീഡിയേഷൻ്റെ വർദ്ധിച്ച ഉപയോഗമാണ് മാധ്യമ മേഖലയിലെ ഒരു ശ്രദ്ധേയമായിട്ടുള്ളൊരു മാറ്റം. വിത്ത് ദ റൈസ് ഓഫ് റിമോട്ട് വർക്ക്, റിമോട്ട് വർക്കിൻ്റെയും അതുപോലെ തന്നെ ടെലികോൺഫറൻസിങ്ങും, റിമോട്ട് വർക്കുകളും ടെലികോൺഫറൻസിങ്ങും വന്നതോടുകൂടി, ടെലികോൺഫറൻസിങ്ങും റിമോട്ട് വർക്കും വന്നതോടുകൂടി എന്തായി റിമോട്ട് വർക്ക്? അതായത് വീട്ടിലിരുന്ന് ജോലി ചെയ്യാം, വീട്ടിലിരുന്ന് ജോലി ചെയ്യാം, ഹോം വർക്ക് അറ്റ് ഹോം, റിമോട്ട് വർക്ക്. അതുപോലെ തന്നെ ടെലികോൺഫറൻസിങ് നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും അല്ലേ? ഒരേ സമയം ഒരുപാട് ആളുകളുമായിട്ട് മൊബൈൽ ഫോണിൽ ടെക്നോളജി ഉപയോഗിച്ച് കോൺഫറൻസ്, ആശയവിനിമയം നടത്തും. അപ്പോൾ ഈ സംവിധാനങ്ങളൊക്കെ വന്നതോടുകൂടി, ഇത് രണ്ടും വന്നതോടുകൂടി ഇറ്റ് ഈസ് ബിക്കമിങ് ഇൻക്രീസിംഗ്ലി കോമൺ ഫോർ മീഡിയേഷൻ ടു ബി കണ്ടക്റ്റഡ് വെർച്വലി. ഇതോടുകൂടി മീഡിയേഷൻ വെർച്വലി കണ്ടക്ട് ചെയ്യുന്നത് വളരെയധികം വർദ്ധിച്ചു. ഇതോടുകൂടി മീഡിയേഷൻ്റെ പ്രവർത്തനങ്ങളെല്ലാം, മാധ്യമ പ്രവർത്തനങ്ങളെല്ലാം, മീഡിയേഷൻ കണ്ടന്റിൻ്റെ ക്രിയേഷനും എഡിറ്റിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും എല്ലാം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ടു ബി കണ്ടക്റ്റഡ് വെർച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഓരോ ആളുകൾ ഓരോ സ്ഥലത്തിരുന്ന് ചെയ്യാൻ തുടങ്ങി. ഒരാൾ ഒരു സ്ഥലത്തിരുന്ന് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും, മറ്റൊരാൾക്ക് അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി അയച്ചു കൊടുക്കും, മറ്റൊരാൾക്ക് അത് ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ വെർച്വലി നടക്കാൻ തുടങ്ങി. ഇത് നല്ലതാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് അലോസ് ഫോർ മോർ ഫ്ലെക്സിബിൾ ഷെഡ്യൂളിംഗ്. ഇതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ വർക്കുകൾ ഷെഡ്യൂൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം ഓരോരുത്തർക്കും വരാനുള്ള സൗകര്യം ഒന്നും ചോദിക്കണ്ട. കാരണം ഒരാളെ വർക്കുകൾ കഴിഞ്ഞാൽ അത് അടുത്ത ആൾക്ക് അങ്ങോട്ട് അയച്ചു കൊടുത്താൽ മതി. വർക്ക് ഷെഡ്യൂളിങ്ങിന്റെ കാര്യം എളുപ്പമാണ്. അതുപോലെ തന്നെ എലിമിനേറ്റ്സ് ദ നീഡ് ഫോർ പാർട്ടീസ് ടു ഫിസിക്കലി ട്രാവൽ ടു എ മീഡിയേഷൻ സെഷൻ. അതുപോലെ തന്നെ ഒരു മീഡിയേഷൻ സെഷന് വേണ്ടിയിട്ട്, ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരാൾക്ക് യാത്ര ചെയ്യേണ്ടത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എനിക്ക് എൻ്റെ വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റും. കണ്ടോ? ഇനി മാത്രമല്ല, നിങ്ങൾക്കാണെങ്കിൽ ഇത് ലഭിക്കുന്നതിന് വേണ്ടി ഓൺലൈനായിട്ട് ഇത് ലഭിക്കും ചെയ്യും. ഇനി മാത്രമല്ല, ഇപ്പം ഞാനിത് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ എഡിറ്റിങ്ങിനോ മറ്റോ വേണ്ടി ഞാൻ ആരെങ്കിലും ആശ്രയിക്കുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത ശേഷം അയാളുടെ അടുത്തേക്ക് ഞാൻ ചെല്ലേണ്ട ആവശ്യമില്ല. എല്ലാം വെർച്വലി നടക്കും. ഞാൻ അയാൾക്ക് അയച്ചു കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സമയവും ലാഭമാണ്, കാശുമെല്ലാം ലാഭമാണ്. Another trend we are like to see in the future of mediation is the use of artificial intelligence. അതായത് ഇനി ഭാവിയിൽ മാധ്യമ രംഗത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ട്രെൻഡാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഈ ഒരു ട്രെൻഡ് നമ്മളിൽ കൺസേൺ, ഉത്കണ്ഠയും ഉണ്ടാക്കുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ആളുകൾക്ക് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. നോക്കൂ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു സ്ട്രീംലൈൻ ദ മീഡിയേഷൻ പ്രോസസ് by automating some of the more repetitive tasks. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ AI-ക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് മീഡിയേഷൻ പ്രോസസ്സിനെ സ്ട്രീംലൈൻ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. മീഡിയ പ്രോസസ്സിനെ സ്ട്രീംലൈൻ ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയ പ്രോസസ്സിനെ അറേഞ്ച് ചെയ്യാൻ, ഓർഗനൈസ് ചെയ്യാൻ കഴിയും. അതും എങ്ങനെ? by automating some of the more repetitive tasks. അതായത് റിപ്പീറ്റേറ്റീവ് ടാസ്കുകൾ ഉണ്ടല്ലോ, അതായത് ആവർത്തനമായി റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്ന ജോലികൾ, അത്തരം ജോലികൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും. അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ കഴിയും? പ്രോസസ്സ് സ്ട്രീംലൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുവഴി മീഡിയ കമ്പനീസിന് സമയവും പണവും ലാഭമാണ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അതായത് ഇത് പല ജോലികളും പല വർക്കുകളും ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, ഈ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ എന്ത് ചെയ്തു പോകും. അടുത്തത്, സോഷ്യൽ മീഡിയ ഈസ് ആൾസോ പ്ലേയിങ് ആൻ ഇൻക്രീസിങ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഫീൽഡ് ഓഫ് മീഡിയേഷൻ. മീഡിയേഷൻ്റെ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു റോള് കൈകാര്യം ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ക്യാൻ ബി യൂസ്ഡ് ടു ഗ്യാദർ ഇൻഫോർമേഷൻ about the parties involved in a dispute as well as to communicate with them throughout mediation process. അതായത് സോഷ്യൽ മീഡിയ എന്തിനും ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു ഡിസ്പ്യൂട്ട്, ഒരു തർക്കമുണ്ടായി കഴിഞ്ഞാൽ രണ്ട് പാർട്ടികൾ തമ്മിൽ, ആ പാർട്ടികളുമായിട്ട് അവര് എന്താണ് അവരുടെ പ്രശ്നം അത് അറിയുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ആ പാർട്ടികളുമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ, മീഡിയേഷൻ പ്രോസസ്സിലൂടെ ആ പാർട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുമായിട്ട് ചർച്ച നടത്താനും സോഷ്യൽ മീഡിയയിൽ സാധ്യതയുണ്ട്.
The future of mediation is likely to be shaped by the continued development and adoption of new technologies. മീഡിയേഷൻ്റെ ഭാവി, അതായത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഈ ഒരു മീഡിയേഷൻ എന്ന് പറയുന്നതിൻ്റെ ഭാവി ഇരിക്കുന്നത്, ഷേപ്പ് ചെയ്യുന്നത് കണ്ടിന്യൂഡ് ഡെവലപ്മെന്റ് ആൻഡ് അഡോപ്ഷൻ ഓഫ് ന്യൂ ടെക്നോളജീസ്, പുതിയ ടെക്നോളജീസിനെ സ്വീകരിക്കുന്നതിലും അതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന പുരോഗതികളും ഡെവലപ്മെന്റ്സും, അതുപോലെ തന്നെ ടെക്നോളജീസിനെ അഡോപ്റ്റ് ചെയ്യുന്നതുമാണ് മീഡിയേഷന്റെ ഫ്യൂച്ചറിനെ ഷേപ്പ് ചെയ്യുന്നത്. While these advancements have the potential to make the mediation process more efficient, അതായത് ഈ മേഖലയിൽ വരുന്ന സാങ്കേതികമായിട്ടോ മറ്റുള്ള തരത്തിലോ ഉള്ള അഡ്വാൻസ്മെന്റുകൾ, ഈ മേഖലയിലെ പുരോഗതികൾ മീഡിയേഷൻ രംഗത്തെ മോർ എഫിഷ്യൻ്റ് ആക്കുന്നു, കോസ്റ്റ് ഇഫക്റ്റീവ് ആക്കുന്നു, അതുപോലെ തന്നെ ആക്സസബിൾ, ആളുകൾക്ക് എത്താവുന്ന ഒരു മേഖലയാക്കി ഈ ഒരു രംഗത്ത് വന്ന പുരോഗതികൾ ഈ മേഖലയെ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ there are also concerns about, അതോടൊപ്പം തന്നെ ചില ഉത്കണ്ഠകൾ, ഈ മേഖലയിൽ പുരോഗതികൾ വരുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ മേഖല കൺസ്യൂമേഴ്സിന് വളരെ ഈസിലി ആക്സസിബിൾ ആകുമ്പോൾ നമ്മളുടെ ഉത്കണ്ഠകൾ വർദ്ധിക്കുന്നു. വളരെ വേഗത്തിൽ കുട്ടികൾ ഇതിലേക്ക് വരികയാണ്, പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ മേഖലയെക്കുറിച്ചുള്ള കൺസേൺസ്? എബൌട്ട് ദ ഇമ്പാക്റ്റ് they may have on the effectiveness and humanity of the mediation process. അതായത് ഈ മീഡിയേഷൻ പ്രോസസ്സ് ഉണ്ടല്ലോ, അത് എന്തുമാത്രം ഏതെല്ലാം തരത്തിലായിരിക്കും, എന്ത് ചെയ്യാം, നമ്മുടെ കൺസേൺസ് എന്ന് പറയുന്നത്, നമ്മുടെ വ്യാകുലത എന്ന് പറയുന്നത് ഇമ്പാക്റ്റ്, ഇതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആണ്. ഇത് നമ്മളെ സൊസൈറ്റിയെ ഏത് രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യും? അതായത് ഇത്രമാത്രം ആക്സസിബിൾ ആയി കഴിഞ്ഞാൽ, ഇതിൻ്റെ ആക്സസിബിലിറ്റി കൂടുമ്പോൾ, ഇത് എഫിഷ്യൻ്റ് ആവുമ്പോൾ, കോസ്റ്റ് ഇഫക്റ്റീവ് ആകുമ്പോൾ നമ്മളെ കൺസേൺ, നമ്മളെ ഉത്കണ്ഠ എന്ന് പറയുന്നത് എബൌട്ട് ദി ഇമ്പാക്റ്റ് ദേ മേ ഹാവ് ഓൺ ദി ഇഫക്റ്റീവ്നെസ് ആൻഡ് ഹ്യൂമാനിറ്റി ഓഫ് മീഡിയേഷൻ പ്രോസസ്. അതായത് ഈ മീഡിയേഷൻ പ്രോസസ്സ് ഉണ്ടല്ലോ, ആ പ്രോസസ്സിൽ വരുന്ന അതിൽ ഹ്യൂമാനിറ്റിയെ ഏത് രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു അഡ്വാൻസ്മെന്റ്, അതായത് കാരണം ഇത്ര കണ്ട് ഇത് ഇഫക്റ്റീവ് ആവുമ്പോൾ, അഡ്വാൻസ്മെന്റ് വരുമ്പോൾ, ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പം ഏതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള അഡ്വാൻസ്മെന്റ്സ് വരുമ്പോൾ ഹ്യൂമാനിറ്റി അത് ഏത് രീതിയിൽ മനുഷ്യത്വത്തിന് അവിടെ എതിരാകുമോ, ആ മേഖലയിൽ മനുഷ്യര് പുറന്തള്ളപ്പെടുമോ, ഇത്തരത്തിലൊക്കെയുള്ള കൺസേൺസ് മനുഷ്യന്റെ ഉള്ളിൽ അഡ്വാൻസ്മെന്റ്സ് കൺസേൺസിനെ ഉണ്ടാക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതോടുകൂടി മീഡിയ ആൻഡ് ഫ്യൂച്ചർ ഓഫ് മീഡിയേഷൻ എന്നുള്ള യൂണിറ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ എന്ത് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ എല്ലാ ആളുകളും ലൈക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, വീഡിയോ ഒക്കെ ഒന്ന് കാണുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.